കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തെ അടക്കി ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിരമിക്കലിന് തയ്യാറെടുക്കുകയാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSന്റെ നാഗ്പൂരിലെ ആസ്ഥാനത്തിലേക്ക് നടത്തിയ ആ സന്ദർശനം, അതും പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ RSS ആസ്ഥാനത്തേക്കുള്ള സന്ദർശനം, അത് തന്റെ വിരമിക്കൽ RSSനെ അറിയിക്കാനായിരുന്നുവെന്നും നരേന്ദ്രമോദിയുടെ പിൻഗാമിയെ RSS നേതൃത്വം തീരുമാനിക്കുമെന്നും അത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളായിരിക്കുമെന്നാണ് തനിക്ക് ലഭിച്ച സൂചന എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയാവുകയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് നടത്തിയ വാർത്താ സമ്മേളനം. സഞ്ജയ് റാവത്ത് മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നരേന്ദ്രമോദിയുടെ ഇക്കഴിഞ്ഞ ഞായറാഴ്ചത്തെ RSS ആസ്ഥാനത്തെ സന്ദർശനം അത് നരേന്ദ്രമോദിയുടെ വിരമിക്കൽ അറിയിക്കുവാനുള്ള നീക്കമായിരുന്നു എന്ന് അദ്ദേഹം വിലയിരുത്തിയത്. ഇതിനുമായി ചേർത്ത് വായിക്കേണ്ട ഒരു ട്വീറ്റ്, ഒരു പോസ്റ്റ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് BJPയുടെ മുൻ രാജ്യസഭാംഗവും RSSന്റെ ബുദ്ധിജീവിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി പങ്കുവച്ചിരുന്നു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ട്വീറ്റിൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു പരിധിവരെ ഭീഷണിപ്പെടുത്തുക കൂടിയാണ് ഈ BJP നേതാവ് ചെയ്തിരിക്കുന്നത്. ആ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: If Modi does not, as committed to RSS Pracharak Sanskar, announce his retiring to Margdarshan Mandal after his 75th year birthday on September 17, then he will lose his PM chair by other methods. അതായത് RSS പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് ഈ വരുന്ന സെപ്റ്റംബർ 17 75 വയസ്സ് തികയുന്ന നരേന്ദ്രമോദി അദ്ദേഹം തന്നെ നേതൃത്വത്തിൽ രൂപകൽപ്പിച്ച BJPയിലെ മുതിർന്ന നേതാക്കൾക്കുള്ള സമിതിയായ മാർഗദർശൻ മണ്ഡലിലേക്ക് ചുരുങ്ങിയില്ലെങ്കിൽ, വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേര മറ്റു വഴികളിലൂടെ നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു പ്രമുഖ BJP നേതാവും RSS ചിന്തകനുമാണ്. അന്ന് തന്നെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ ട്വീറ്റ് ചില മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. എന്നാൽ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് യാഥാർത്ഥ്യമാവുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വരുന്ന സെപ്റ്റംബർ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 2014 BJPയുടെ അധികായനായി വളർന്നു വരുന്ന ഘട്ടത്തിൽ രൂപീകരിച്ച ഒരു സമിതിയാണ് മാർഗദർശൻ മണ്ഡൽ. ആ മണ്ഡൽ കമ്മിറ്റിയിലേക്ക് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും പോലെയുള്ള മുതിർന്ന നേതാക്കളെ പറഞ്ഞയച്ചതും ഇതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. അതേ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വിരമിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരികയാണ്. അല്ലെങ്കിൽ ഏറ്റവും അവസാനം നരേന്ദ്രമോദി RSS ആസ്ഥാനം സന്ദർശിക്കുന്നത് 2012 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ്. അതിനുശേഷം കഴിഞ്ഞ 11 വർഷത്തിലേറെയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഏതാണ്ട് പൂർണ്ണമായും മറന്നുപോയൊരു വഴിയായിരുന്നു RSS ആസ്ഥാനത്തേക്കുള്ളത്. അത് അദ്ദേഹം ഈ പിറന്നാളിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 75 വയസ്സ് തികയാൻ ഏതാനും മാസങ്ങൾ ബാക്കി നിൽക്കെ വീണ്ടും ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ സഞ്ജയ് റാവത്തും സുബ്രഹ്മണ്യൻ സ്വാമിയും നൽകുന്ന സൂചനകൾ യാഥാർത്ഥ്യമാവുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആരായിരിക്കും നരേന്ദ്രമോദിയുടെ പിൻഗാമി എന്ന ചോദ്യവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഈ ഒരു പേര് മഹാരാഷ്ട്രക്കാരനും RSSന്റെ അടുത്തയാളും നാഗ്പൂരിലെ MP-യുമായ നിതിൻ ഗഡ്കരിയുടെ പേരാണ്. നിതിൻ ഗഡ്കരി RSSന് എത്രമാത്രം സ്വീകാര്യനാണ് എന്ന കാര്യം മാലോകർക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിതിൻ ഗഡ്കരിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ RSSന്റെ മനസ്സിലുള്ള പദ്ധതി എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിരമിക്കലിലേക്ക് കടക്കുകയാണ് എന്ന സൂചനകൾ ഓരോ ദിവസവും ശക്തിപ്പെടുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.